പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 26 മുതൽ 38 വരെയുള്ള തിരുവചനങ്ങൾ. 6-ാം മാസം ഗബ്രിയേൽ ദൂതൻ ഗലീലയിൽ നസ്രത്ത് എന്ന പട്ടണത്തിൽ ദാവീദിന്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്നു പേരായ പുരുഷനുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു. അവളുടെ പേര് മറിയം എന്നായിരുന്നു. ദൂതൻ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ഈ വചനം കേട്ട് അവൾ വളരെ അസ്വസ്ഥയായി. എന്താണ് ഈ അഭിവാദനത്തിന്റെ അർത്ഥമെന്ന് അവൾ ചിന്തിച്ചു. ദൂതൻ അവളോട് പറഞ്ഞു, മറിയമേ, നീ ഭയപ്പെടേണ്ട. ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശുവെന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. യാക്കോബിന്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും. അവന്റെ രാജ്യത്തിന് അവസാനമുണ്ടാകുകയില്ല. മറിയം ദൂതനോട് പറഞ്ഞു, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതാ, നിന്റെ ചാർച്ചക്കാരി വൃദ്ധയായ എലിസബത്തും ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധ്യയെന്ന് പറഞ്ഞിരുന്ന അവൾക്ക് ഇത് 6-ാം മാസമാണ്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. മറിയം പറഞ്ഞു, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അപ്പോൾ ദൂതൻ അവളുടെ മുൻപിൽ നിന്നും മറഞ്ഞു. ഈ വചനഭാഗത്തിലൂടെ ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത്, ഇന്ന് തിരുസഭ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ആ മംഗളവാർത്തയുടെ തിരുനാൾ ആഘോഷിക്കുകയാണ്. പരിശുദ്ധ കന്യകാമറിയത്തോടും മാലാഹ വന്ന്, നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും പരിശുദ്ധാത്മാവിനാല് എന്ന് പറയുമ്പോൾ, ഈ മംഗളവാർത്ത എന്ന് പറയുമ്പോൾ തന്നെ സ്വർഗവും ഭൂമിയും തമ്മിലുള്ള ആ ഒരു ദൈവത്തിന്റെ സന്ദർശനം എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ദൂതുമായിട്ട് ദൂതൻ വരുന്നു, സ്വർഗം മറിയത്തെ അറിയിക്കുന്നു. അങ്ങനെ മാതാവ് എളിമയോടുകൂടി ദൈവത്തിന്റെ വചനം വിശ്വസിക്കുകയും ഇതാ കർത്താവിന്റെ ദാസി എന്ന് സമർപ്പിക്കുകയും തന്നെ സമർപ്പിക്കുകയും ചെയ്യാണ്. പരിശുദ്ധ കന്യകാമറിയത്തെ പോലെ നമ്മൾക്കുമാകാം. നമ്മുടെ ചിന്തകളിലൂടെയും വാക്കുകളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും യേശുവിനെ ഈ ഭൂമിയിൽ നൽകാം. നമ്മുടെ സാന്നിധ്യം തന്നെ യേശുവിൻ്റെ സാന്നിധ്യമായിട്ട് മാറുവാനായിട്ട് ഉള്ള കൃപാവരങ്ങൾ പിതാവായ ദൈവം നമ്മൾക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം.